ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാര ബലിയായി യേശു പീഡ സഹിച്ചു മരിച്ചു എങ്കിൽ എവിടെയോ ഒരൽപ്പം കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് കൊളോസസ് 1:24 പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കുന്നു. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 1:24. ക്രിസ്തുവിന്റെ പീഡകളിൽ കുറവുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും സഹനം യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്തമായ യോഗ്യതയോട് ചേർത്ത് ഇന്ന് മാനസാന്തരത്തിലേക്ക് വരാത്ത കോടാനുകോടി പേർക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയും മാനസാന്തരത്തിലേക്ക് വരാത്ത കോടാനുകോടി പേർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കാര്യം പങ്കുവെക്കുന്ന അവസരത്തിൽ അനേകം പേർക്ക് രോഗശാന്തി കിട്ടാറുണ്ട്, അത്ഭുത സൗഖ്യം കിട്ടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കല് UK-യില്, ഇംഗ്ലണ്ടില് ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു താമസിച്ചുള്ള ധ്യാനമാണ്. ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്. അവര് ഉഷാറായിട്ട് നടന്ന് എൻ്റെ അടുത്തൂടെ കടന്നു പോകുന്ന അവസരത്തില് ഭർത്താവ് ഭാര്യയെ ചൂണ്ടി പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, 29 വയസ്സുണ്ട്, കഠിനമായ ശാരീരിക വേദന അവൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പ്രാർത്ഥിച്ചു, ചികിത്സിച്ചു, ഫലമില്ല. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഇത് ലോകം മുഴുവൻ്റെയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ തന്നിരിക്കുന്നതായിരിക്കാം. എത്ര വയസ്സുണ്ട് എന്ന് രണ്ടുപേരോടും ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് 29 വയസ്സ്, ഭർത്താവിന് 31 വയസ്സ്, രണ്ടുപേർക്കും കൂടി 60 വയസ്സ്. രണ്ടുപേരും ഒന്നെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നിങ്ങൾ ഇനിമേലിൽ 2 അല്ല 1, അത് രണ്ടും കൂടെ കൂട്ടി 60 വയസ്സ്. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു 60 കോടി പാപികൾക്ക് വേണ്ടിയെങ്കിലും കാഴ്ചവെക്കാവുന്ന സഹനമാണ് യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അനന്തമായ യോഗ്യത. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവർക്കൊരു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്നുവരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി വലിയ സന്തോഷത്തോടെ പ്രത്യാശയോടെ കാഴ്ചവെക്കുന്നു, പരാതി കൂടാതെ. ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്നുവരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾ 60 കോടിയാകാം, 120 കോടിയാകാം. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് കാഴ്ചവെക്കാം. 2-3 പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അവർ പറഞ്ഞു, വർഷങ്ങളായിട്ടുള്ള കഠിന വേദന പൂർണ്ണമായി വിട്ടുമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു അത്ഭുതമാണ്, അതേസമയം ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല ദൈവം ഏറ്റവും വിലമതിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രേക്ഷിത വേലയാണ്. ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സഹനം കടന്നു വരും. ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവരുടെ മരണം കടന്നു വരും. രോഗപീഠകൾ ഉണ്ടാകാം, തെറ്റിദ്ധാരണയുണ്ടാകാം, അപവാദം പറച്ചിലുണ്ടാകാം, നിന്ദിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാം. ഇതെല്ലാം വെറുതെ നഷ്ടപ്പെടുത്താതെ യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. തയ്യാറുള്ളവർ കൈപൊക്കിക്ക്. കൈതാത്തിയിട്ടെ. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഓരോ ദിവസത്തെ അധ്വാനവും കാഴ്ചവെക്കാം. ഇടതുകരം ചങ്കിൽ വയ്ക്കുക,
വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചെല്ലുക. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഇന്നുവരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്നുവരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം, ഓരോ ചലനവും, ഓരോ ശ്വാസോച്ഛ്വാസവും യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്തമായ യോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾ, രോഗികൾ, ദുഃഖിതർ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ, അവരുടെ എല്ലാം മോചനത്തിനായി അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി അവർ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമായി തീരുന്നതിന് വേണ്ടി എന്റെ ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് പിതാവിന് കാഴ്ചവെക്കുന്നു. സ്വർഗപിതാവിന് കാഴ്ചവെക്കുന്നു. കോടാനുകോടി മക്കൾ മോചനം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതമായി തീരുന്നതിനു വേണ്ടി എന്റെ സഹനം, എന്റെ അധ്വാനം ഉത്സാഹത്തോടെ കാഴ്ചവെക്കുന്നു. ഈ തീരുമാനമെടുക്കുന്നവരെന്ന് കൈവീശി കാണിച്ച് ഒന്നുകൂടി ഉറപ്പിക്കാൻ 2 കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ ആ പ്രാർത്ഥന എഴുതി വെക്കണം. ഭയങ്കര സുവിശേഷവൽക്കരണ പ്രാർത്ഥനയാണ്. ലോകാതിർത്തികൾ വരെ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്വർഗത്തിൽ വലിയ സമ്മാനം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരും ഇരിക്കരുത്. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും മാറ്റം വന്നോ നോക്കിയേ. ഒരു പുതിയ പ്രകാശം, ഒരു പുതിയ ആശ്വാസം, ഒരു പുതിയ സമാധാനം, ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ ശാന്തി, ഒരു മനസ്സിലൊരു കെട്ടഴിയുന്നു. നമ്മുടെ ഇന്നുവരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം കോടി മക്കൾക്ക് വേണ്ടി, കോടാനുകോടി മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന തീരുമാനമെടുത്തു. മനസ്സിനൊരു ശാന്തി, ഒരു സമാധാനം അനുഭവപ്പെടുന്ന ഒരു കൈ ഉയർത്തി കാണിക്കുക. ഒരു പുതിയ സമാധാനം, ഒരു പുതിയ ധീരത, ഒരു പുതിയ സഹനശക്തി, ഒരു പുതിയ ആത്മീയ ഉത്സാഹം അറിയുന്ന ഒരു കൈവച്ച് കാണിച്ചേ. വലിയ പ്രേക്ഷിത ശക്തി ശുശ്രൂഷയാണ് ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും ഭൂരിപക്ഷം പേർക്കും ഈ സമാധാനം കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറെ പേരുടെ ദുഃഖഭാരം വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. തലയുടെ ഒരു ഹെവിനെസ്, തലയുടെ ഒരു ഭാരം വിട്ടുമാറി. അങ്ങനെയുള്ളൊരു കൈപൊക്കിയേ. തലയുടെ ഭാരം വിട്ടുമാറി. കൈവീശി കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്. അനേകം പേർക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനം കാഴ്ചവെക്കുന്ന ഈ പ്രാർത്ഥന ചൊല്ലി തന്നപ്പോ ശരീരത്തിന്റെ ഒരു വശത്ത് വേദന, തളർച്ച പോലെയുള്ളത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നോക്കിയേ, ഒരു വശത്തുള്ള വേദന, തളർച്ച പോലെയുള്ളത് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. മറ്റുള്ളവരിരുന്നേ. അവർ മുൻവശത്തോട്ട് വന്നേ. 1, 2, മുൻവശത്തോട്ട് വന്നേ. 3, 4, 5 അവർ മുൻവശത്തേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പേരയാനി കണ്ണമാലി. എനിക്ക് 2 വർഷമായി മൂത്രത്തിലെ അസുഖമായിട്ട് ഈ സൈഡ് വേദനയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വേദനയില്ല എനിക്ക്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം രാത്രിയിൽ വീട്ടിലൊക്കെ എനിക്ക് എപ്പോഴും മൂത്രമൊഴിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ വന്നിട്ട് അതെനിക്ക് 2 ദിവസം ഒരു പാതിര സമയത്ത് ഇന്നലെ എനിക്ക് ഒട്ടുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് എല്ലാം വേദന മാറി, സുഖം. 2 കൊല്ലമായ വേദന മാറി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എൻ്റെ പേര് അമ്മണി. കാനക്കാരിലായിരുന്നു എൻ്റെ വീട്. ഞാൻ ഒന്ന് വീണായിരുന്നു. വീണോടുകൂടി ഈ ചെവിക്കല്ലും പൊട്ടി,
ഈ വർഷം മൊത്തം വേദനയായി. ഞാൻ ഉള്ളി പൊളിക്കുന്നിടത്ത് ഇവിടെ പണിതുകൊണ്ടിരിക്കുക. എനിക്ക് കയ്യിൽ ഒരു സാധനം പൊക്കിയെടുക്കാനും പറ്റിയല്ല, ഒരു തുണി പോലും എടുത്ത് നനയ്ക്കാൻ പറ്റിയല്ല. എല്ലാം എൻ്റെ ഭർത്താവാണ് എനിക്ക് സഹായിച്ചു തരുന്നത്. ഒരു പണി പോലും ചെയ്യാൻ പറ്റിയല്ല, ഒരു വെള്ളം പോലും ചുമന്നുകൊണ്ട് പോയി എടുക്കാൻ പറ്റിയല്ല. ഈ കൈക്ക് ഭയങ്കര വേദനയാണ്. ഇപ്പം വേദനയെല്ലാം മാറി. പേര് സദാശിവൻ, സ്ഥലം പൂവരണി. എൻ്റെ കൈ 2.5 വർഷമായിട്ട് പൊങ്ങിയലായിരുന്നു. ഈ വലത്തെ കൈയായിരുന്നു. അത് ഞാൻ അനേക ആശുപത്രികളിൽ കൂടെ പോയായിരുന്നു. വീട്ടുകാർ പള്ളിയിൽ ധ്യാനത്തിനൊക്കെ പോകാൻ പറഞ്ഞ് നിർബന്ധിച്ചു 4 മാസം മുമ്പ്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ തനിച്ചാണ് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നത്. സുഖപ്പെട്ടത് തിങ്കളാഴ്ചയായിരുന്നു. ഇപ്പം കൈ പൂർണ്ണമായിട്ടും പൊങ്ങാൻ സാധിച്ചു. കർത്താവിന് നന്ദി പറയാം. സാക്ഷ്യം പറയുക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. മനുഷ്യർക്കാർക്കും ഇങ്ങനെയുള്ള രോഗശാന്തി കൊടുക്കാൻ കഴിവില്ല. ദൈവവചനം പ്രഘോഷിക്കുമ്പോഴും ദൈവവചന പ്രകാരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോഴും സമർപ്പിക്കുമ്പോഴും ആ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. അതിനാൽ അത്ഭുത രോഗശാന്തി നിറവേറുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ഒരു 10-75 വയസ്സുള്ള അമ്മച്ചി ഒന്ന് സാക്ഷ്യം പറഞ്ഞു. പല സ്ഥലത്ത് കഠിനമായ പല്ലുവേദന. പള്ളിയിൽ ചെന്നു കുർബാന കേൾക്കൊണ്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്നെ സുഖപ്പെടുത്താതെ നിന്നെ ഞാൻ വിടുകയില്ല. ആ നാവില് തിരുവസ്തി വെച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം കിട്ടി. പല സ്ഥലത്തും വന്ന് അവൾ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർബന്ധ ബുദ്ധിയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ശരണത്തോടെ, നന്ദിയോടെ, സ്തുതിയോടെ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അനേകായിരങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം 7 പേർക്ക് കർത്താവ് ദിവ്യ സ്പർശനം നൽകുന്നു. മത്തായി 5:5 ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ കൂടെ മൂത്രം പോകുന്ന രോഗം 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഒരു സഹോദരി ഇപ്പൊ തന്നെ സാക്ഷ്യപ്പെടുത്തി കർത്താവിന്റെ സൗഖ്യത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ഓർമ്മക്കുറവുള്ള ഒരു മകനും ഒരു മകൾക്കും കർത്താവ് സൗഖ്യം നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. രാവിലെ ഉണരുമ്പോൾ നിയന്ത്രണം വിട്ട് വീഴാൻ പോകുന്നത് പോലുള്ള അനുഭവം 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, അതുവഴി ദൈവസ്നേഹം കൊണ്ട് നിറയുക. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക വഴി ദൈവവചനം ആഴത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം മനസ്സിലാക്കാനുള്ള ഗ്രഹണശക്തി, ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കർത്താവ് അനേകം പേർക്ക് നൽകുന്നുണ്ട്. അപ്പം നമ്മൾ പണ്ട് വായിച്ചിരുന്നത് പോലെ ആയിരിക്കുകയില്ല ഇനി വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അർത്ഥം ജ്വലിച്ചു കിട്ടുന്ന അനുഭവം. ഒരിക്കലും ഒരു വൈദികൻ, പ്രായം ചെന്ന വൈദികനാണ്, സാക്ഷ്യം പറഞ്ഞ് ഓർക്കുകയാണ്. അദ്ദേഹം എല്ലാ 3 മാസത്തിലും ഒരിക്കൽ ധ്യാനം കൂടാൻ വരുമായിരുന്നു. എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്, എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ദാഹിച്ചൊരുങ്ങി വരികയാണ്. അങ്ങനെ ഒരു ധ്യാനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. വെള്ളിയാഴ്ച തിരിച്ചുപോയി. ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച അദ്ദേഹം കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്രാവശ്യത്തെ ധ്യാനം ഫലിച്ചെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ബൈബിള് മനസ്സിലാക്കാനുള്ള
ഒരു മെച്ചപ്പെട്ട കൃപ എനിക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ മനസ്സിലാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഇപ്രാവശ്യത്തെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, അല്ലെങ്കിൽ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച പ്രസംഗത്തിനുള്ള ബൈബിൾ ഭാഗം നോക്കിയപ്പോൾ എനിക്ക് ഒരു ദേഷ്യം വരുന്ന ബൈബിൾ ഭാഗമാണ് കണ്ടത്. പലപ്പോഴും ഞാൻ ഈശോയെ കുറ്റപ്പെടുത്തി ചിന്തിച്ചിട്ടുള്ള ഒരു ബൈബിൾ ഭാഗം. ഈശോയും ശിഷ്യന്മാരും ഒരു മിഷനറി യാത്ര കഴിഞ്ഞ്, സുവിശേഷ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒന്നും ഭക്ഷണ സാധനമോ പൈസയോ ഒന്നുമില്ല. അവർ ചുറ്റും നോക്കിയപ്പോൾ ഒരു അത്തിവൃക്ഷം കണ്ടു. ആ അത്തിവൃക്ഷത്തിൽ ധാരാളം കൊമ്പും സമൃദ്ധമായ ഇലയും. അവർ ആ അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്ന് വല്ല പഴവും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ പഴവും അതിനകത്ത് കണ്ടില്ല. ഈശോ ആ അത്തിവൃക്ഷത്തെ ശപിച്ചു, ഇത് ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ശിഷ്യന്മാര് ആ വഴിക്ക് പോയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ആ അത്തിവൃക്ഷം മുഴുവൻ ഉണങ്ങി നിൽക്കുന്നു. പക്ഷേ സുവിശേഷം എഴുതിയ ആള് ഒരു വചനം അതിൻ്റെ കൂടെ എഴുതി വെച്ചു. അതാണ് ഈ വികാരിയച്ഛന് പലപ്പോഴും ദേഷ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തിമരത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനു യേശു അവിടെ ഭക്ഷണം തേടിപ്പോയി, പഴം തേടിപ്പോയി? ഇനി പഴമില്ല, പിന്നെ എന്തിനു ശപിച്ചു? ഇതെല്ലാം ഈ വികാരിയച്ഛന് പലപ്പോഴും ഉള്ളിൽ കുറ്റംപതിയും ദേഷ്യവും വരുത്തിക്കൊണ്ടിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോൾ ആ ഞായറാഴ്ചത്തെ വായന ഇതാണ്. അദ്ദേഹം ഇത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ധ്യാനിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ടേപ്പ് റെക്കോർഡിൽ ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ ഒരു വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലം ആയിരുന്നില്ല. അത് തന്നെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 1/4 മണിക്കൂർ ഇങ്ങനെ ഈ ഒറ്റ വാചകം ഇങ്ങനെ കേട്ടുകൊണ്ട് 10-10:30 ആയപ്പോഴത്തേക്ക് അച്ഛനങ്ങ് ഉറങ്ങിപ്പോയി. കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റപ്പോഴേ കേൾക്കുന്ന ഈ വചനമാണ്. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലമായിരുന്നില്ല. അപ്പോൾ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ കായ്ക്കുന്ന കാലം ആയിരുന്നില്ല. പെട്ടെന്നൊരു വെളിപാട്. ലോകാവസാനത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത കാലത്ത് ഫലം തേടി കർത്താവ് വരും. നിന്റെ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിന് നീ എന്ത് നേട്ടമുണ്ടാക്കി? പാപത്തിൽ ജീവിക്കുന്ന, ദുഃഖത്തിനടിമയായി ജീവിക്കുന്ന, നിരാശയ്ക്കടിമയായി ജീവിക്കുന്ന എത്ര പേരെ നീ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുത്തു? ഫലം തരിക കർത്താവ് ചോദിക്കുന്ന സമയം വരും. അപ്പോൾ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവില്ലാത്ത കാലത്ത് ഫലം ചോദിച്ചു വരും. ഇപ്പോഴാണ് ഫലം പുറപ്പെടുവിക്കേണ്ടത്. യോഹന്നാൻ 15:16 യേശുനാഥൻ അരുളി ചെയ്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്ന് പുറത്തേക്ക് പോകണം. നിങ്ങൾ പോയി ധാരാളം ഫലം പുറപ്പെടുവിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന വഴി അനേകർക്ക് പാപമോചനവും പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു കൊടുക്കണം. നിങ്ങൾ കർത്താവേ, കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും ഞങ്ങളെപ്പോലെയുള്ള അനേക ആയിരങ്ങളുടെ മേലും കരുണയായിരിക്കണമേ, അനേക ലക്ഷങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവേ, യേശുവിൻ്റെ അനന്തയോഗ്യതയാൽ സൗജന്യ പാപമോചനം അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും ഞങ്ങൾക്കും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ചൈനയിലെ 70 ലക്ഷം പരിശുദ്ധാത്മാവ് തന്ന നമ്പറാണ്. നേതാക്കന്മാരെ തിരുരക്തം കൊണ്ട് കഴുകണമേ.
അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 പേരെ കൂടെ, അപ്പോൾ 700 ലക്ഷം 7 കോടിയായി. ഒരു 100 പേരെ കൂടെ, അപ്പം പിന്നെ 70 കോടിയായി. പ്രൈസ് ദി ലോർഡ്. 70 ലക്ഷം പേരെയും അവരുമായി ബന്ധപ്പെട്ടൊരു 100 പേരെയും തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അതുപോലെ തന്നെ റഷ്യയിലെ ഒരു 20 ലക്ഷം നേതാക്കന്മാരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് നൽകിയൊരു പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് ചെല്ലുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ പതിവായി മറക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പാർലമെന്റിൽ 541 MP-മാരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട 1000 പേരെ കൂടെ കൂട്ടിയാൽ 5 ലക്ഷം പൊളിറ്റിക്കൽ ലീഡേഴ്സായി. തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പൊതിയണമേ. ലോകസഭയത്, രാജ്യസഭ 250 പേര്, അവരുമായി ബന്ധപ്പെട്ട 1000 പേരെന്ന് പറഞ്ഞാൽ 2.5 ലക്ഷമായി. അപ്പൊ അവരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, തിരുരക്തത്താൽ കഴുകുന്നതിനുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള പ്രാർത്ഥനയാണ്. കാരണം എന്താണ്? എല്ലാവർക്കും പാപക്ഷമ കൊടുത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് നിത്യജീവന് വേണ്ടി ആകർഷിച്ചെടുക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നമ്മിലൂടെയാണ് അത് പൂർത്തിയാകേണ്ടത്. നമ്മൾ ഒറ്റയ്ക്കല്ല. 2000 കൊല്ലമായിട്ട് മരിച്ചുയർത്ത കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. 2000 കൊല്ലമായിട്ട്. ഇതിനേക്കാൾ വേറെ വല്ല നല്ല പണിയുണ്ടെങ്കിൽ ഈശോ അത് ചെയ്തേനെ. പാപപരിഹാരം ബലി പൂർത്തിയാക്കിയ ശേഷം പിതാവായ ദൈവം യേശുവിനോട് പറഞ്ഞു, സങ്കീർത്തനം 110:1, സങ്കീർത്തനം 110:1 ദാവീദ് രാജാവ് എഴുതുകയാണ്, സങ്കീർത്തകൻ എഴുതുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ആരാണ് എൻ്റെ കർത്താവ്? മരിച്ചുയർത്ത യേശു തമ്പുരാൻ. കർത്താവ് എന്ന് പറയുന്നത് പിതാവായ ദൈവം. പിതാവായ ദൈവം മരിച്ചുയർത്ത യേശുവിനോട് അരുളി ചെയ്തു, നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. ഇനി കുരിശത്തുങ്ങ് മരിക്കാനൊന്നുമില്ല. നിന്റെ രക്ഷണീയ വേല നീ പൂർത്തിയാക്കിയിട്ടുണ്ട്. നീ ഇനി എൻ്റെ വലത്തു ഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുക. എന്താ മധ്യസ്ഥം വഹിക്കുന്നത്? 10 ലക്ഷം ഭീകരപ്രവർത്തകരുണ്ടെന്ന് കരുതുക. നമ്മൾ കടലാസിൽ എഴുതി വെക്കുക, ഈ 10 ലക്ഷം ഭീകരപ്രവർത്തകരുടെ മേൽ കനിയണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കണമേ. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവും പാപമോചനവും അവരിലേക്ക് കടന്നു ചെല്ലും. അപ്പം ഭീകരപ്രവർത്തനത്തിന് അവർക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ എവിടെയെങ്കിലും കൊലപാതകമോ ഭീകരപ്രവർത്തനമോ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ക്രിസ്ത്യാനികളായ നമ്മൾ ഇതുപോലെയുള്ളവർക്ക് വേണ്ടി മനഃപൂർവ്വം സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പാപമോചനം മേടിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ സ്വന്തം കാര്യം ചിന്താബാദ്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഈ ഇട്ടാവട്ടത്തിലുള്ള പ്രാർത്ഥന കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദൈവം സംപ്രീതനാകുന്നില്ല. നമുക്ക് ഏതു പ്രശ്നമുണ്ടെങ്കിലും ഏത് തകർച്ചയുണ്ടെങ്കിലും അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്തുതിക്കണം. പിന്നെ കുറ്റബോധം വിചാരിച്ചിരിക്കരുത്. പശ്ചാത്തപിച്ച് കുമ്പസാരം കഴിഞ്ഞാൽ, കർത്താവേ ഈ തകർച്ചയെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തിനാ സ്തുതിക്കുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാനും ആന്തരിക സൗഖ്യം കിട്ടാനും സമാധാനം നിറയാനും സ്നേഹം നിറയാനും. എൻ്റെ തകർച്ചകളെയും എൻ്റെ ബലഹീനതകളെയും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. 10-15 മിനിറ്റ് നേരം, 10-20 മിനിറ്റ് നേരം സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 10-15 മിനിറ്റ് നേരം സ്തുതിക്കുക. അല്പം സ്വരമുയർത്താൻ സൗകര്യമുണ്ടെങ്കിൽ സ്വരമുയർത്തി സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ, ആന്തരിക സൗഖ്യം കിട്ടാൻ, ദൈവ സ്വരം ശ്രവിക്കാൻ, സമാധാനവും സന്തോഷവും കിട്ടാൻ. എന്നിട്ടോ നിർത്തരുത്. ഇതുപോലെയുള്ള തകർച്ചയുള്ള 1000-ങ്ങളെയും 10,000-ങ്ങളെയും അനേക ലക്ഷങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അവർക്കും സൗജന്യ പാപക്ഷമ നൽകി തിരുരക്തം കൊണ്ട് കഴുകി അവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവം
അനേകായിരങ്ങളുടെ പക്കലേക്ക് പാപമോചനവും പരിശുദ്ധാത്മാവിനെയും ഏതെങ്കിലും അളവിൽ അയക്കുന്നു. അങ്ങനെയാണ് 2000, 3000, 4000, 5000 പേര് ഇവിടെയും ഇതുപോലെയുള്ള പല ധ്യാന മന്ദിരങ്ങളിലും ഇങ്ങോട്ട് ഒഴുകി വരികയാണ് ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക്. എല്ലാ ഞായറാഴ്ചയും വർഷങ്ങളായിട്ട് ഇത് എങ്ങനെയാണ് ഇത്രയും പേര് വരുന്നത്? നമ്മുടെ ധ്യാനം കൂടിയവര് അനേകം പേര് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. തങ്ങളുടെ തകർച്ചകളെ പ്രതി സ്തുതിച്ച് ഇതുപോലെയുള്ള 10,000ങ്ങളുടെ മേൽ, ലക്ഷങ്ങളുടെ മേൽ കനിയണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ.